ഹായ് ഗൈസ്, ഏവർക്കും #412man എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത 4 ഗോളിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അതൊരു നിരാശ തന്നെയാണ് ആരാധകർക്ക്. അത് മാത്രമല്ല, ഈ ഒരു 4 പോയിൻ്റ്, ഞാൻ പറയാൻ പോകുന്ന 4 പോയിൻ്റ് കാരണങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തോറ്റത്. ആക്ച്വലി ഈ പോയിൻ്റൊക്കെ അവർ ഉൾപ്പെടുത്തി ഇതെല്ലാം കറക്റ്റാക്കി പോയെങ്കിൽ നമുക്കിതിൽ ഡ്രോ അല്ലെങ്കിൽ വിജയം. ആക്ച്വലി വിജയമാണ് നമ്മൾ നേടേണ്ടത്. ഇന്നലത്തെ മത്സരം സിമ്പിൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ചിലപ്പം ഇനി വരാൻ പോകുന്ന മാച്ചിൽ കിട്ടൂല. ഒഡീഷയ്ക്കിന് സെക്കൻഡ് ഫേസ് ISL, അതായത് രണ്ടാമത്തെ 10 മാച്ചിൽ ഒഡീഷ വരുന്ന അവസാനമാണ്. അതിന് മുന്നേ രണ്ടാമത്തെ, അതായത് 10 മാച്ചിൽ ആദ്യത്തെ 5 മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി മീൻസ് അവർ കളിച്ച് ജയിച്ചോ അല്ലെങ്കിൽ തോൽക്കുന്നതനുസരിച്ച് അതിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാര്യത്തിൽ തീരുമാനമാവും. അപ്പം ഈ 4 ആദ്യത്തേത് മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് എല്ലാവർക്കും വേണം. അതായത് എല്ലാവർക്കും ഒരേ ലക്ഷ്യം മാത്രമേ പാടുള്ളൂ. ഇന്നലെ നമ്മൾ കണ്ടത് എല്ലാവർക്കും വേറെ വേറെ ലക്ഷ്യമായിരുന്നു. ഓരോരോ അവരവരുടെ അല്ലെങ്കിൽ അവരവരുടെ ഒരു കഴിവ് അല്ലെങ്കിൽ സ്കിൽസൊക്കെയാണ് എടുത്തത്. ഓക്കെ, എടുത്തോ, അതിന് കുറ്റമൊന്നും പറയില്ല, നമ്മൾ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അത്രയൊരു സ്ട്രോങ് ടീമായിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ലീഡിങ് പൊസിഷനിലായിരുന്നു അങ്ങനെ ചെയ്തു. പക്ഷേ ഇത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഓവറായിട്ട് നമ്മൾ തോന്നിപ്പിക്കുന്നു. അതായത് നമ്മൾ സ്ട്രോങ് ടീമാണ്, നമുക്ക് ഒഡീഷയൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അതാണ് ആ ഒരു കുഴപ്പം പറ്റിയത്. രണ്ടാമത്തത് ഗോൾ കീപ്പർ അക്ഷദീപ്. എത്ര ഷോട്ടുകളാണ് അദ്ദേഹം എതിർത്തത്. അതാണ് ബ്ലാസ്റ്റേഴ്സിന്, അതായത് അതുകൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഷോട്ട് എടുക്കാൻ പറ്റാത്തത്. ഷോട്ട് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ അക്ഷദീപ്, രണ്ടിലേതിലൊരെണ്ണം തകർക്കും. ആദ്യത്തെ ഗോൾ ജോർഡൻ മൊറി ഒരു ഓപ്പൺ ചാൻസ് എന്നാണ് അടിച്ചത്. അതായത് രാഹുൽ KPയുടെ ഹെഡർ വന്നപ്പോൾ അക്ഷദീപ് അതിനെ തടഞ്ഞിട്ടു. അപ്പോൾ അക്ഷദീപ് വീണ് എടുക്കുകയാണ്. അതിനെയാണ് ജോർഡൻ മൊറി അടിച്ചത്. പിന്നെ ഗ്യാരി ഹൂപ്പറുടെ ഗോള് അത് അടിച്ചപ്പോൾ സ്റ്റീവൻ ടെല്ലറുടെ കാലിൽ റിഫ്ലക്റ്റ് ആയിട്ടാണ് അകത്ത് കയറിയത്. അവിടെ അക്ഷദീപ് റെഡി ആയിരുന്നു. ഒന്നെങ്കിൽ അത് സ്റ്റീവൻ ടെല്ലറുടെ കാലിൽ റിഫ്ലക്റ്റ് ആയില്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഗോളോ അല്ലെങ്കിൽ അത് കോർണർ അല്ലെങ്കിൽ അക്ഷദീപ് അത് കാലിട്ട് എന്തെങ്കിലും ചെയ്തേനെ. അതുകൊണ്ട് അക്ഷദീപ്. മൂന്നാമത്തെ ഡിഫൻസ്. അബ്ദുൾ ഹക്കുവിനെ കഴിഞ്ഞ മാച്ചിൽ എല്ലാവരും ചോദ്യചിഹ്നമായി കാണുന്നതാണ്. അബ്ദുൾ ഹക്കു മുംബൈ സിറ്റിക്കെതിരെ എന്താണ് കയറാത്തത്. എന്നാൽ ഇപ്പോൾ കയറിയപ്പോൾ അവസ്ഥ ഇങ്ങനെ. ഡീഗോ മൗറീഷ്യയുടെ ഒന്നാമത്തെ ഗോൾ ഇങ്ങനെ ജെറിയുടെ പാസ് കൊടുത്ത് ഡീഗോ മൗറീഷ്യ ഇങ്ങനെ പോവുകയാണ്. അവിടെ ജസൽ മാത്രമേ ഓടുന്നുള്ളൂ. ഡീഗോ മൗറീഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ഫോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്ലൈഡ് ടാക്കിൾ ചെയ്യാൻ. അവിടെ നിങ്ങൾ കാണുകയാണ്, അബ്ദുൾ ഹക്കു ജസ്റ്റ് ജോഗിങ് ടൈപ്പ് ഓടുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. അതേപോലെ ഫസ്റ്റ് ഗോൾ അബ്ദുൾ ഹക്കു ഒന്നും ചെയ്തില്ല. അവിടെ ബോൾ ഇപ്പം പണ്ടത്തെ ഗ്യാരി ഹൂപ്പറിനെ പോലെ നമ്മുടെ ടീമിൻ്റെ കൂടെ ഗ്യാരി ഹൂപ്പർ ആദ്യം കളിച്ചപ്പോൾ ആ ഒരു പ്ലേയിങ് സ്റ്റൈലായിരുന്നു അബ്ദുൾ ഹക്കുക്ക് ഇന്നലത്തെ മാച്ചിൽ. അതായത് ബോൾ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ എടുക്കാൻ പോകില്ല. ഹൈദരാബാദിനെതിരെ കളിച്ചപ്പോൾ അവർ ഡിഫൻസ് ലൈനിൽ വരണേന് മുന്നേ തന്നെ സന്ദീപ് സിംഗും അബ്ദുൾ ഹക്കും കൂടെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് കാണാൻ പറ്റിയില്ല. സന്ദീപ് സിംഗ് അബ്ദുൾ ഹക്കയെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ആയിരിക്കും. സന്ദീപ് സിംഗിൻ്റെ പാർട്ട്ണർ അബ്ദുൾ ഹക്ക് ഫോമിലില്ലാത്തതുകൊണ്ട് അവനും അത്ര ഒന്നും ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റി. അപ്പം ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് ഓവർ കോൺഫിഡൻസ് ആയാൽ നമുക്ക് ഒരുപാട് മിസ്പാസ് വരും. അതായത് നമുക്ക് എങ്ങോട്ട് ബോൾ കൊടുക്കണമെന്ന് പറയും. അതായത് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയി ഒരു ഗോളിന് ശേഷം, അതായത് നമ്മൾ ഹൈദരാബാദ് കളിച്ചപ്പോൾ ഒരു ഗോളിന് ശേഷം പിന്നെ 87-ാം മിനിറ്റിലാണ് നമ്മൾ ഗോൾ അടിച്ചത്. ചിലപ്പോൾ ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും ഇന്നലത്തെ മാച്ചിൽ. അല്ലെങ്കിൽ വേറൊരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും, നമുക്ക് ബോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാൻ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ഒഡീഷ അഡ്വാൻറ്റേജ് എടുത്തത്. അല്ലെങ്കിൽ അവരുടെ കളിയെ തന്നെ ആലോചിക്കണമായിരുന്നു. നോർത്ത് ഈസ്റ്റ് ആയിട്ട് കളിച്ചപ്പോൾ 2-0 ലീഡിങ് ആയിട്ട് തിരിച്ചു വന്നു. അതുതന്നെ ആലോചിക്കാമായിരുന്നു. അവർക്ക് ഇപ്പോൾ അടിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഞാൻ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ആകെ 40 മിനിറ്റ് നന്നായിട്ട്. ബാക്കി 55 മിനിറ്റും കളിച്ചത് ഒഡീഷയാണ്. ആദ്യത്തെ 20 മിനിറ്റ് അവസാനത്തെ 20 മിനിറ്റുമാണ് ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിലോട്ട് വന്നത്. ഗ്യാരി ഹൂപ്പർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹാട്രിക് അല്ലെങ്കിൽ ഒരു ഗോൾ നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഗ്യാരി ഹൂപ്പർ ഒരു ഗോൾ നേടി. രണ്ടാമത്തെ ഒരു ഗോൾ നേടാൻ പോയപ്പോൾ അക്ഷദീപിൻ്റെ കാല് തട്ടിയിട്ടാണ് പോയത്. അക്ഷദീപ് അവിടെ കൈ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. അക്ഷദീപ് കൈയായിട്ട് റെഡി ആയത്, പക്ഷേ കാലായിട്ട് റെഡി ആയിരുന്നില്ല. ആക്ച്വലി അത് നമ്മൾ ശരിക്കും കണ്ടാൽ അക്ഷദീപ് കാല് വെച്ച് അത് തട്ടിക്കളയാൻ വേണ്ടി റെഡി ആയിരുന്നില്ല.
അക്ഷദീപ് കാല് വെച്ചിട്ട് അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു. അവിടെ കാല് വെറുതെ നിൽക്കുക. ഹൂപ്പർ ഷോട്ട് എടുത്തപ്പോൾ അക്ഷദീപ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അത് അക്ഷദീപിൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. അത് 50-50 ചാൻസ് ആയിരുന്നു. ഒന്നെങ്കിൽ അത് ഗോളാവും, അല്ലെങ്കിൽ അത് പുറത്തു പോകും. അല്ലെങ്കിൽ ഹൂപ്പറിൻ്റെ രണ്ടാമത്തെ ഗോളാവേണ്ടതാണ്. കാരണം ഇപ്പോൾ മൊത്തം വൈറലായതാണ്. കാരണം ഹൂപ്പർ ഒരു പരിക്കല്ലെങ്കിൽ 2 മാച്ച് കളിക്കാതിരുന്നാൽ ഹൂപ്പർ തിരിച്ചു വന്നാൽ ഗോൾ അടിക്കും. അപ്പോൾ ഹൂപ്പർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 പോയിൻ്റ് ബ്ലാസ്റ്റേഴ്സ് ശരിയാക്കി ജംഷഡ്പൂരിനെതിരെ കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയമായിരിക്കും. അത് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് ISL അതിനൊരു തുടക്കമായി. അതായത് സിനിമയിലൊക്കെ നമ്മൾ താരങ്ങളുടെ എൻട്രി കാണുമല്ലേ, അതൊരു മികച്ച എൻട്രിങ് ആണ്. അപ്പം നമുക്ക് സെക്കൻഡ് ഫേസിൽ ബാക്കി എല്ലാ ടീമും കയറും. സൂപ്പർ എൻട്രി. നമുക്കൊരു എൻട്രി വേണമെങ്കിൽ ഈ വരാൻ പോണ മാച്ച് വിജയിച്ചിട്ടായിരിക്കും നമ്മുടെ എൻട്രി നമ്മൾ വരേണ്ടത്. അപ്പോൾ അടുത്ത മാച്ച് വിജയം ആശംസിച്ചുകൊണ്ട് അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.